അൽഷിമേഴ്സ് എന്നുള്ളൊരു രോഗം ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായ രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമാണ്. അതിൻ്റെ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ക്യൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ അൽഷിമേഴ്സ് രോഗം വരാതിരിക്കാനും അത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിറ്റക്ട് ചെയ്യാനും മാർഗമുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇനിയും മെരുക്കാനാകാത്ത അസുഖങ്ങളിലൊന്നാണ് അൽഷിമേഴ്സ്. രോഗബാധ നേരത്തെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിനും 20 വർഷം മുൻപേ ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാനാകുമെന്നാണ് പുതിയ പഠനം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ അളവ് മസ്തിഷ്കം മറവി രോഗത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നതിനുള്ള സൂചനയായിരിക്കാം. അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഓവർ ഫാറ്റ്, കൊഴുപ്പ്, ഇതൊക്കെ മറവി രോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ മറവി രോഗത്തിൻ്റെ കാരണക്കാരിലൊന്നായ അമിലോയിഡ് പ്രോട്ടീനെ സ്വാധീനിക്കാനും ഈ പറയുന്ന ശരീരത്തിലെ കൊഴുപ്പിന് സാധിക്കും. വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിലൂടെയും ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെയും അൽഷിമേഴ്സിനെ ഒരു പരിധി വരെ അകറ്റി നിർത്താമെന്നാണ് പറയുന്നത്. കൃത്യമായ എക്സസൈസ്, ഫാറ്റി കാര്യങ്ങളായിട്ടുള്ള അതൊക്കെ ഒഴിവാക്കുക, ഫുഡ് മറ്റൊക്കെ. അപ്പം ഫാറ്റ് കുറയ്ക്കുക, മനസ്സിലായോ? ഇപ്പൊ തൊട്ട് നമ്മൾ എക്സസൈസ് തുടങ്ങണം. അതെ തന്നെ. അപ്പോൾ അമിത വണ്ണമൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ വണ്ണമാണെങ്കിൽ കുഴപ്പമില്ല. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലാണ് ഈ പഠനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിത്ത് പ്രൂഫാണ് അവർ പറയുന്നത്. ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉള്ള ഒരു സാഹചര്യം അൽഷിമേഴ്സിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ വ്യായാമവും ജീവിതശൈലിയൊക്കെ മാറ്റുന്നതിലൂടെ നമുക്കതിനെ പ്രതിരോധിക്കാം എന്നാണ് പറയുന്നത്, അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ